നമസ്കാരം, വീണയൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. ലഹരി മാഫിയയുടെ താവളമായി തൃശൂർ. ഊർജിത പരിശോധനയിലൂടെ ലഹരിക്കണ്ണികൾ തകർത്ത എക്സൈസും പോലീസും. ദേശീയപാതയിൽ കൊടകരയിൽ 88 കിലോ കഞ്ചാവ് പിടികൂടി. കൊടകര പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്നാണ് വൻ ലഹരിവേട്ട. ഒഡീഷയിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് കാറിൽ കടത്തുകയായിരുന്നു കഞ്ചാവ്. പാലക്കാട് ചുള്ളിമട സ്വദേശി ശ്രീജിത്ത്, കോടനാട് സ്വദേശി അജി എന്നിവർ പിടിയിൽ. സംസ്ഥാനത്ത് ഒരു ഗഡു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൂടി വിതരണം ചെയ്യാൻ തീരുമാനം. 1600 രൂപ വീതം വിതരണം ബുധനാഴ്ച മുതൽ. ധനവകുപ്പ് 900 കോടി രൂപ അനുവദിച്ചു. നിലവിൽ കുടിശ്ശിക 6 മാസക്കാലത്തേത്. കഴിഞ്ഞ ഏപ്രിലിൽ വിതരണം ചെയ്തത് 2 ഗഡു. 62 ലക്ഷം ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് പെൻഷൻ. പാതയോരങ്ങളിലെ തണൽ മരങ്ങൾ ഉത്തരവാദിത്വമില്ലാതെ മുറിച്ചു മാറ്റിയാൽ ഇനി മുറിച്ചവർ കുടുങ്ങും. മതിയായ കാരണങ്ങളില്ലാതെ മരത്തിൽ തുടരുതെന്ന് ഹൈക്കോടതി. വാണിജ്യ സ്ഥാപനങ്ങളുടെ തടസ്സം നീക്കാൻ മരം മുറിക്കരുതെന്ന് സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. സന്താന ഗോപാലമൂർത്തിയുടെ ആവാസഗേഹത്തിൽ ശ്രീമദ് ഭാഗവത മലയാള കഥാരൂപ സപ്താഹം. ഭക്തി നിറലഹരിയുടെ ആരവ നിമിഷങ്ങളിൽ അത്താണി. ആനയടത്ത മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉണ്ണിയൂട്ട. മങ്ങാട് മുരളീധരൻ നമ്പീശൻ യജ്ഞാചാര്യൻ. ഞായറാഴ്ച രുക്മിണി സ്വയംവരം. 28-ന് യജ്ഞസമാപനം. ക്ഷേത്രക്ഷേമ സമിതിക്ക് നേതൃത്വം. മേളകലയുടെ രാജരസം തുളുമ്പുന്ന പഞ്ചാരി രൗദ്രതയുടെ ആവേശ പ്രതീകം പൈങ്കുളം പ്രഭാകരൻ നായർ. ഇനി നിത്യസ്മരണ. താളപ്പെരുക്കത്തിന്റെ പാണ്ടി, മാസ്മരികതയുടെ തായമ്പക. പ്രഭാകരൻ നായരുടെ വാദ്യഗോപുരം ഇനി ശൂന്യം. പൈങ്കുളത്തിന്റെ പൈതൃക സമ്പത്ത്, ഉത്സവപ്പറമ്പുകളിലെ മതിവരാവിസ്മയം. ഉത്രാളിപ്പൂരത്തിന് എങ്കക്കാട് വിഭാഗത്തിന്റെ മേള പ്രമാണിത്വം വഹിച്ചത് 2 പതിറ്റാണ്ടുകാലം. സംസ്കാരം ഞായറാഴ്ച കാലത്ത് 10-ന് പാമ്പാടി ഐവറമഠത്തിൽ. മഴയൊഴിയുന്നില്ല കേരളത്തിൽ. മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി കരുത്തു പ്രാപിച്ചു. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ 2 ദിനം കൂടി പെരുമഴയ്ക്കും ഇടിമിന്നലിനും സാധ്യത. അതീവ ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് വിലക്ക്. സംസ്ഥാനത്ത് ശനിയാഴ്ച കാലവർഷക്കെടുതിയിൽ 2 മരണം കൂടി. ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന 45-കാരൻ മരണത്തിന് കീഴടങ്ങി. അവധിക്കാല ആഘോഷത്തിന് എരുമപ്പെട്ടി വെള്ളറക്കാട് ബന്ധുവീട്ടിലെത്തിയ 14-കാരൻ മണ്ണെടുത്ത കുഴിയിൽ മുങ്ങി മരിച്ചു. എടപ്പാൾ സ്വദേശി അക്ഷയാണ് ദുരന്തത്തിനിരയായത്. കൂട്ടുകാരുമൊത്ത് കക്കാട്ടുപാറയിലെ മണ്ണെടുത്ത കുഴിയിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് മുങ്ങിത്താഴ്ന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടന്ന രക്ഷാപ്രവർത്തനം വിഫലം. നിയന്ത്രണ ചരടെല്ലാം തകർത്ത റോക്കറ്റ് സമാനം കുതിച്ച പച്ചക്കറി വില. സർവ്വ സാധനങ്ങൾക്കും വിലക്കയറ്റത്തിന്റെ രൂക്ഷത. ജീവിക്കാൻ പാടുപെടുന്ന ജനത്തിന് ഇരുട്ടടി. കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ എല്ലാ പച്ചക്കറികൾക്കും വൻവില കുതിപ്പ്. തിരിച്ചടിയായത് തമിഴ്നാട്, കർണാടകം സംസ്ഥാനങ്ങളിൽ ഉൽപാദനം കുറഞ്ഞത്. വിലക്കുറവ് സവാളയ്ക്ക് മാത്രമെന്ന് വ്യാപാരികൾ. തലപ്പള്ളി താലൂക്ക് ആസ്ഥാനമായ വടക്കാഞ്ചേരിയുടെ അക്കാദമിക് രംഗത്ത് അത്യുജ്വല ശോഭയോടെ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ. 150-ാം വാർഷിക നിറവിൽ മഹനീയ ചരിത്രം. കൊച്ചി രാജ്യത്തിന്റെ നെല്ലറയിലെ പ്രതിഭകൾ മികവിന്റെ ഉയരങ്ങൾ താണ്ടിയത് ഈ സരസ്വതി ക്ഷേത്രത്തിൽ നിന്ന്. വാർഷികാഘോഷം ചരിത്ര സംഭവമാക്കാൻ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. ലൈബ്രറി വികസനം, വെബ്സൈറ്റ് നിർമ്മാണം ആദ്യഘട്ടത്തിൽ ഏറ്റെടുക്കും. കൂട്ടായ്മയുടെ സംഗമോദ്ഘാടനം സേവർ ചിറ്റലപ്പള്ളി MLA നിർവഹിച്ചു. നാടിന്റെ അക്ഷര വെളിച്ചമായ കേരളവർമ്മ പൊതുവായനശാലയിൽ ബാലവേദിയുടെ മഴ ഉത്സവം ഇംഗ്ലീഷ് നോവലിസ്റ്റ് അൻവിത ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി സീറോ മലബാർ സഭ. കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലരുതെന്ന് KCBC. എക്സൈസ് വകുപ്പ് മന്ത്രി കള്ളം പ്രചരിപ്പിക്കുന്നു. മദ്യനയത്തിൽ പുറത്തുവരുന്ന വാർത്തകളെല്ലാം സർക്കാർ തീരുമാനങ്ങളാണെന്ന് മദ്യവിരുദ്ധ സമിതി സെക്രട്ടറി ഫാദർ ജോൺ അരീക്കൽ. ദേശീയപാതയിൽ ചാലക്കുടി മുരിങ്ങൂർ ജംഗ്ഷനിൽ ഓടിക്കൊണ്ടിരിക്കെ KSRTC ബസ്സിന് തീപിടിച്ചു. തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ബസ്സിനാണ് തീപിടിച്ചത്. തീ ഉയർന്നത് വോൾവോ ബസിന്റെ എഞ്ചിൻ ഭാഗത്ത് നിന്ന്. ഒഴിവായത് വൻ അപകടം.